നമസ്കാരം. വെണ്ടക്കാല ഷാപ്പിലാണ്. വെണ്ടക്കാല ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിക്ക് അടുത്താണ്. 4 കോടി എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. തിരുവല്ലയിൽ നിന്ന് 6-7 കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് ഈ 4 കോടി എന്ന് പറയുന്ന ജംഗ്ഷൻ. അവിടെയാണ് വെണ്ടക്കാല ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല ഫുഡാണ്. ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് കപ്പയും ഊണും ബീഫ് ഫ്രൈയും വരാല് ഫ്രൈ ആയിരുന്നു. അപ്പോൾ കപ്പയും ബീഫ് ഫ്രൈയും ഞാനാണ് പറയുന്നത്. സൂപ്പറായിരുന്നു. പക്ഷേ ബീഫ് ഫ്രൈക്ക് ഒരു പഴക്കം ചെന്ന പോലെയുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പഴയതാണോ എന്ന് എനിക്ക് ഡൗട്ട് മാത്രമാണ്. പക്ഷേ എന്നാലും അത് നല്ലതായിരുന്നു. സംഭവം നല്ലതായിരുന്നു. ഊണും കപ്പയൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, വരാല് ഫ്രൈ ആയിരുന്നു. വലിയ വരാലായിരുന്നു. ഈ വരാലിൻ്റെ വില കേട്ടാണ് സത്യം ഞെട്ടിപ്പോയ 600 രൂപ വില വന്നിട്ടുണ്ടോ സാധനത്തിന്. ഞാൻ കഴിക്കാത്ത സാധനമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാൽ കഴിച്ചിട്ടില്ല. വൈഫാണ് വരാൽ മേടിച്ച് കഴിച്ചത്. സൂപ്പർ വരാലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സാധനത്തിന് ഇത്രയും വിലയുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. അത് ഇവിടുത്തെ വില കൂടുതൽ ആണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കിതിൻ്റെ വില അറിയത്തില്ല. ഇതിനു മുമ്പ് നമ്മൾ കഴിക്കാത്ത സാധനം ആയതുകൊണ്ട് ഇത്രയും വിലയുള്ള സാധനമാണോ ഞാൻ പല സമയത്തും ഈ റോഡിലൂടെയൊക്കെ വരുന്ന സമയത്ത് ഇത് കാണും. നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിനടുത്തൊക്കെ ഉള്ള തോടുകളിൽ നിന്നും കണ്ടത്തിൽ നിന്നൊക്കെ ഇത് ചാടി റോഡിലോട്ടൊക്കെ വരും. ഈ റോഡിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും, അല്ലെങ്കിൽ ചവിട്ടി വീണ്ടും തോട്ടിലോട്ട് തന്നെ കളയും. ഫുഡെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. കുറച്ച് വിഭവങ്ങൾ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് വിഭവങ്ങളിവിടെ ഉണ്ട്. ഇതുവഴി വരുന്ന ആൾക്കാരുടെ ട്രൈ നോക്കുക. പിന്നെ പൈസയുടെ കാര്യത്തിൽ ഇച്ചിരി കൂടുതലാണ്. എല്ലാ ഷാപ്പുകളിലും ഉള്ള പോലെ വില ഇവിടെ ഉണ്ട്. പൈസ നോക്കി ആരും വരാതിരിക്കുക. പിന്നെ വരുന്നവർ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഒരു ഫാമിലിയായിട്ടൊക്കെ വന്ന് നല്ല ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പിലൊക്കെ വരികയാണെങ്കിൽ ഓക്കെയാണ്. നിങ്ങളിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം.